213 തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. വയനാടും ചേലക്കരയും മാത്രമല്ല, മറിച്ച് വിവിധ സംസ്ഥാനങ്ങളിലായി 31 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിൽ ആണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സിക്കിമിലെ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാലക്കാടിനൊപ്പം 20-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആകെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 പാർലമെന്റ് സീറ്റുകളിലേക്കും ആണ് രാജ്യത്തെ ഇത്തവണ 2 ഘട്ടങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജാർഖണ്ഡ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 81 അംഗ നിയമസഭയിൽ 43 സീറ്റുകളിലേക്കാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിന്റെ 6ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തെ വോട്ടർമാർ. 5ാം നിയമസഭയുടെ കാലാവധി അടുത്ത വർഷം ജനുവരി 5-നാണ് അവസാനിക്കുന്നത്. ജാർഖണ്ഡിലെ 2.5 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ 1,37 ലക്ഷം പേരാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 43 സീറ്റുകളിലായി 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 680 പുരുഷന്മാരും 73 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് ജനവിധി തേടുന്നത്. സീറ്റുകളിൽ 20 പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്നു. 6 പട്ടികജാതി വിഭാഗത്തിന്, 17 ജനറൽ സീറ്റുകൾ. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം 179.14 കോടി രൂപയുടെ അനധികൃത വസ്തുക്കളും പണവും അധികൃതർ പിടിച്ചെടുത്തു. നുഴഞ്ഞുകയറ്റം, അഴിമതി, കുംഭകോണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം കൊഴുപ്പിച്ച NDA മുന്നണി സർക്കാർ ഉണ്ടാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ്. ആദിവാസി അവകാശങ്ങൾ, ക്ഷേമം, തദ്ദേശീയർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ വിഷയം. JMM നേതൃത്വം നൽകുന്ന മുന്നണി തുടർഭരണം ലഭിക്കും എന്ന ഉറപ്പിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണത്തിനായി പലതവണ ജാർഖണ്ഡിലെത്തി. JMM എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഭരണസഖ്യത്തിനായി റാലികൾ നയിച്ചു. ഭൂമി തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമാണ്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഭരണമുന്നണിയുടെ ആരോപണം. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടിക്കും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. മുന്നണി ഭരണം 5 ടേം കണ്ട ജാർഖണ്ഡ് ഇത്തവണ എങ്ങനെ വിധിയെഴുതും എന്നത് ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ് പാർട്ടികൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മലയാളി പ്രേക്ഷകർ മമ്മൂട്ടി നായകനായുള്ള ഉണ്ട എന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാകും. അവർക്ക് ഓർമ്മയുണ്ടാകും, അത് ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകുന്ന ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് പറയുന്നത്. എങ്കിൽ ഏതാണ്ട് സമാനമായ സ്വഭാവത്തിലുള്ള മണ്ഡലങ്ങൾ, പോളിംഗ് ബൂത്തുകൾ ഒക്കെയുണ്ട് ജാർഖണ്ഡിലും. ജാർഖണ്ഡിൽ 194 പോളിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരെ ഹെലികോപ്റ്ററിൽ ആണ് എത്തിച്ചത്. ഇന്നലെ 225 ഉദ്യോഗസ്ഥരെയാണ് ഹെലി ഡ്രോപ്പിംഗ് ചെയ്തത്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ ഇന്ന് എത്തിച്ചു. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന പ്രശ്നബാധിത ബൂത്തുകളിലേക്കാണ് ഉദ്യോഗസ്ഥരെ ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്തത്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന നിരവധി ബൂത്തുകൾ ആണ് ജാർഖണ്ഡിൽ ഉള്ളത്.